ഇന്ന് കിരൺ റിജിജുവിന്റെ മറുപടി വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ബി ഗോപാലകൃഷ്ണൻ നമ്മൾ എവിടെ നിന്ന് വോട്ട് ചേർക്കും, ബി ജെ പി എവിടെ നിന്ന് വോട്ട് ചേർക്കും, വേണമെങ്കിൽ കശ്മീരിൽ നിന്ന് കൊണ്ടുവരുമെന്ന് കേരളത്തിൽ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നമ്മളൊക്കെ അത് വാർത്തയിൽ കൊടുത്തിരുന്നതാണ്. അതിൽ അതിൽ പ്രതികരണങ്ങൾ ഉണ്ടായതാണ്. അതാണ് രാഹുൽ ഗാന്ധി ഇന്ന് ആ വേദിയിൽ പ്രദർശിച്ചത്. അത് ചോദിക്കുമ്പോൾ പക്ഷേ കിരൺ റിജിജു പറയുന്നത് അത് വ്യാജമാണ് എന്ന ഒറ്റ വരിയിൽ പറഞ്ഞങ്ങ് പോവാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ രേഖ വെച്ചുള്ള ആരോപണങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഏതാണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. അച്യുതൻ, തീർച്ചയായിട്ടും ഹാഷ്മി, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ബി ജെ പിയുടെ വാർത്താ സമ്മേളനം, അത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ കൃത്യമായ ഒരു പ്രൂഫ് വെച്ചിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നില്ല ബി ജെ പി നടത്തിയത്. മറിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെ ബി ജെ പി ഇതിൽ പ്രതിരോധിച്ചിരിക്കുന്നത്. അതായത് സൂചിപ്പിച്ചത് കോൺഗ്രസ് എക്കാലത്തും അവതരിപ്പിക്കുന്നത് വ്യാജമായിട്ടുള്ള പേരുകൾ, വ്യാജ ചിത്രങ്ങളൊക്കെയാണ്. അതിൽ സത്യാവസ്ഥകളൊന്നും തന്നെ നിലവിലില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. അവിടെ ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പുതിയ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ സൈബർ ടീമിനെയും ഒപ്പം ചേർത്തു. അവർ ചേർന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു വ്യാജ കഥ നിർമ്മിച്ചിരിക്കുന്നത് എന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. അതേസമയത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ വോട്ട് ചേർക്കൽ, അതുപോലെ തന്നെ ബ്രസീലിയൻ മോഡൽ എങ്ങനെ വോട്ട് രേഖപ്പെടുത്തി എന്നെ സംബന്ധിച്ചൊന്നും അതിലൊന്നും കൃത്യമായ മറുപടി ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അവർ ഈ അപ്പീൽ പോലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ഒരു അപ്പീലിന് പോലും പോകാതെയാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ആവർത്തിക്കുന്നത്. ഒപ്പം തന്നെ കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയ മറ്റൊരു ന്യായീകരണം എന്നത് കേരളം, തമിഴ്നാട്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇത്തരത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ എതിർ പാർട്ടികളാണ് കാലാകാലങ്ങളായി വിജയിച്ചു വരുന്നത്. അപ്പോൾ ബി ജെ പി എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ അവിടെ ഉന്നയിക്കുന്നില്ല എന്നൊരു ന്യായീകരണമാണ്. മറ്റൊന്ന്, ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം സംബന്ധിച്ചുള്ള ചോദ്യത്തോടായിരുന്നു. അതായത് വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ബി ജെ പി ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി പരാമർശിച്ചു. ജയിക്കാനായി കശ്മീരിലുള്ള വോട്ടുകളും വേണമെങ്കിൽ ചേർക്കും എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണൻ അന്ന് പറഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് ബി ഗോപാലകൃഷ്ണൻ ആ പ്രതികരണം നടത്തിയത്. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാന്ന് അതിലർത്ഥമൊന്നുമല്ല. ആ തൃശ്ശൂരിലെ വോട്ടുകളുമായി ബന്ധപ്പെട്ട, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട, തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരുന്നു ബി ഗോപാലകൃഷ്ണൻ ആ മറുപടി. എന്നാൽ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ബി ജെ പി നേതാവും പാർലമെന്ററി കാര്യ മന്ത്രിയുമായ കിരൺ റിജിജു പറഞ്ഞത്. That Rahul Gandhi can generate all fake letters and all this thing, it doesn't have any credibility. ഇവിടുത്തെ കേരളത്തിലെ നേതാക്കളോട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ നേതാക്കൾ പറഞ്ഞേനെ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞേനെ. അതുപോലും മനസ്സിലാക്കാതെ ആയിരുന്നു തോന്നുന്നു കിരൺ റിജിജുവിന്റെ വാർത്താ സമ്മേളനം. പോട്ടെ, ഇവിടെ ബാക്കിയെല്ലാം പോയാലും ഈ പറയുന്ന ഒരു ബ്രസീലിലെ മോഡൽ ഇവിടെ വന്ന് ഒറ്റപ്പേരുകാരെയാണെങ്കിൽ വേണമെങ്കിൽ അത് ആരെങ്കിലും ഒരാൾ ചെയ്ത് തട്ടിപ്പാണെന്ന് പറയും. ഇത് 10 ബൂത്തുകളുള്ള 22 വോട്ട്, അതൊരു ബ്രസീലിയൻ മോഡൽ മത്തിയാസ് ഫെറേരോ, അതുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെസിഫിക് ആയി കുറേ അധികം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേർക്കുനേർ കിരൺ റിജിജുവിനോട് ഉണ്ടായോ? അദ്ദേഹത്തിന് മറുപടി ഉണ്ടായോ? അച്യുതൻ, ഹാഷ്മി, ആ ചോദ്യങ്ങളിൽ നിന്ന് ഈ വെറുതെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് തലയൂരുകയാണ് കിരൺ റിജിജു ചെയ്തത്. കാരണം ഒരു തിരക്കിട്ട വാർത്താ സമ്മേളനമാണ് ബി ജെ പി നടത്തിയത്. കാരണം ഇതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം വസ്തുതകൾ നിരത്തി രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യകതയാണ്. പൊതുവെ ബീഹാർ വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ അതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ, അതായത് കോൺഗ്രസ് അവതരിപ്പിച്ചത് വ്യാജമാണ്, രാഹുൽ ഗാന്ധി നിരന്തരം ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സംവിധാനത്തെ ബഹുമാനിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പ്രതീകമാണ് ഇങ്ങനെയുള്ള പ്രവണതകൾ ആവർത്തിക്കുന്നത് എന്ന സ്ഥിരം സ്വഭാവത്തിലുള്ള ഒരു മറുപടിയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണന്റെ ആ ഒരു സന്ദേശം, ആ ഒരു ഭാഗം, അതിൽ പോലും കിരൺ റിജിജുവിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് അത് രാഹുൽ ഗാന്ധി നിർമ്മിച്ചെടുത്ത ഒരു വ്യാജ
പതിപ്പാണ് എന്ന രീതിയിൽ പറഞ്ഞായിരുന്നു അതിൽ നിന്ന് തലയുരാൻ ശ്രമിച്ചത്. കൂടുതൽ ചോദ്യങ്ങളോട് കിരൺ റിജിജു പ്രതികരിക്കാനും തയ്യാറായില്ല. അപ്പോൾ BJP സംബന്ധിച്ച് ഇത് പ്രതിരോധത്തിലാക്കി എന്നതിൻ്റെ ആദ്യ സൂചന കൂടിയാണ്. ഒപ്പം തന്നെ ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ തിരക്കിട്ട് BJPക്ക് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നതും ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. എന്തായാലും കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലോ ഒരു മറുപടി അത് തെളിവ് സഹിതം നൽകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയാണ്, ഒരു ആവശ്യമായ ഹോംവർക്ക് ഇല്ലാതെയായിരുന്നു വാർത്താ സമ്മേളനം എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ കാര്യത്തിലടക്കം പിഴവ് സമയം. നേരത്തെ അനുരാഗ് താക്കൂർ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും സമാനമായ രീതിയിൽ വയനാടിന്റെ കാര്യത്തിൽ അവാസ്തവങ്ങൾ പറഞ്ഞു. അവാസ്തവമാണോ മനസ്സിലാക്കാതെ പറഞ്ഞാണോ എന്നറിയില്ല. അത് പിന്നെ അവാസ്തവങ്ങളാണ് തെളിയുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.